വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. ആദ്യം വയനാട്ടിലേക്ക് പോകാം. ഇടവിട്ട സമയങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത് വയനാട്ടിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ആഷിഖ്. ഇന്നലെ ചൂരൽമല കേന്ദ്രീകരിച്ച് ഒരു ആശങ്ക ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉരുൾപൊട്ടലല്ല എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരികയും ചെയ്തിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഡെർബിസോ ഒഴുകിപ്പോയതായിരുന്നു. ഇപ്പോൾ വയനാട്ടിലെ സാഹചര്യം എന്താണ്? ഒരു ജാഗ്രത തുടരുന്ന പശ്ചാത്തലമുണ്ടോ ജില്ലയിൽ? ബിനിൽ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമലയിലാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ മഴ അല്പം ശക്തമായി വരുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി പെയ്ത മഴയാണ്. അത് രാവിലെ അല്പം ശമിച്ചെങ്കിൽ പോലും വീണ്ടും മഴ ശക്തമാകുന്നുണ്ട്. ഇന്നലെ ഒരു 8 മണിക്ക് ശേഷം പെയ്ത മഴയാണ് ഈ ചൂരൽമല പ്രദേശത്ത് വലിയ രീതിയിൽ വെള്ളം വരാൻ സാധ്യത, ഒരു മലവെള്ളപ്പാച്ചിൽ വരാനുള്ള സാധ്യത ഉണ്ടാക്കിയത്. അതിനാൽ തന്നെ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ വീണ്ടും അത്തരത്തിൽ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമെന്നൊരു ആശങ്ക നിലവിലുണ്ടെങ്കിൽ പോലും നിലവിൽ സ്ഥിതി ശാന്തമാണ്. മഴ ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് പറയേണ്ടി വരും. വയനാട്ടിലെ മൊത്തം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് വയനാട്ടിൽ ഏറ്റവും പ്രധാനം. അത് ഇടവിട്ട് ശക്തമായ മഴ പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ പെയ്യുന്നുണ്ട്. വൈത്തിരി, ലക്കിടി, പടിഞ്ഞാറത്തറ അടക്കം ബത്തേരി അടക്കമുള്ള പല പ്രദേശങ്ങളിലും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ബത്തേരി കല്ലൂർ പുഴ ഇന്നലെ രാത്രിയോടുകൂടി കരകവിഞ്ഞൊഴുകുകയും അവിടെ നിന്ന് ഏകദേശം 8ഓളം പേരെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ അവിടെ നിന്ന് അടക്കം മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വയനാട്ടിൽ പല പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടൂറിസം കേന്ദ്രങ്ങൾക്കും കോറികൾക്കടക്കം നിയന്ത്രണവും ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ചൂരൽമലയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ വലിയ നിയന്ത്രണം ചൂരൽമല ടൗണിലേക്ക് അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. ആളുകളെയൊന്നും ഈ ചൂരൽമല ടൗണിലേക്ക് പോലും പ്രവേശിപ്പിക്കുന്നില്ല. ഇപ്പോൾ ബെയിലി പാലത്തിന് സമീപം പോലും പൂർണ്ണമായും പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഇന്നലെ തോട്ടം തൊഴിലാളികളടക്കം ഈ തോട്ടം മേഖലയിൽ കുടുങ്ങിയ സാഹചര്യത്തിൽ ഒരാളെയും തരത്തിൽ ഈ ഓറഞ്ച് അലർട്ട് മഴക്കാലത്തിന്റെ ജാഗ്രത കഴിയുന്നതുവരെ, മഴക്കാലത്തിന്റെ തീവ്രത കുറയുന്നതുവരെ ആരെയും അപ്പുറത്തേക്ക് കടത്തിവിടേണ്ട എന്നുള്ളതാണ് നിർദ്ദേശം. അതിനാൽ തന്നെ മേപ്പാട് ചൂരൽമല ടൗണിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആളുകളെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. വലിയ സുരക്ഷ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അതേസമയം തന്നെ നിലവിൽ സ്ഥിതി ശാന്തമാണ്. നമുക്ക് കാണാം, പുന്നപ്പുഴ ഒഴുകുകയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഒരു ഒഴുക്ക് മാത്രമാണ് നിലവിൽ കാണാനാകുന്നത്. അത് ഈ ഓറഞ്ച് അലർട്ട് ആയതിനാൽ തന്നെ കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ മാത്രമാണ് അതൊരു ഏതെങ്കിലും തരത്തിലൊരു കൂടുതൽ സുരക്ഷ അല്ലെങ്കിൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കേണ്ട സാഹചര്യത്തിൽ നീങ്ങിയിട്ടുള്ളത്. കൂടുതൽ സുരക്ഷയ്ക്കായും പോലീസുകാരെ അടക്കം ഇവിടേക്ക് നിയന്ത്രിക്കുകയും ആളുകളെ അടക്കം ഇവിടേക്ക് നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ചൂരൽമലയിലുണ്ട്. ആളുകളെ ഇന്ന് ആരെയും അപ്പുറത്തേക്ക് കടത്തിവിടേണ്ട എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. വയനാട്ടിലെ മൊത്തം സാഹചര്യം പറയുകയാണെങ്കിൽ എടവക പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. 146 മില്ലിമീറ്റർ മഴയാണ് എടവക പഞ്ചായത്തിൽ മാത്രം ലഭിച്ചിട്ടുള്ളത്. അവിടേക്ക് വലിയ രീതിയിലുള്ള വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. ചില വീടുകൾക്ക് മുകളിലേക്ക് മരം വീഴുകയും മറ്റ് ചെറിയ അപകടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് കാര്യമായ അനിഷ്ട സംഭവങ്ങളും ആ ജില്ലയിലില്ല. ഇന്ന് സൂചിപ്പിച്ച പോലെ ഓറഞ്ച് അലർട്ടാണ്. അടുത്ത ദിവസങ്ങളിൽ എല്ലാം ഓറഞ്ച് അലർട്ട് ആണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അത് കൂടുതൽ നിരീക്ഷണം അല്ലെങ്കിൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. പ്രത്യേകിച്ച് തുടർച്ചയായി മഴ പെയ്യുന്നതാണ് വയനാട്ടിന്റെ ഏറ്റവും പ്രധാന പ്രതിസന്ധി. അത് ചൂരൽമലയിലടക്കം തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വെള്ളം വലിയതിൽ കയറാനും ചിലയിടങ്ങളിൽ അടക്കം മണ്ണിടിച്ചിലടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചൂരൽമലയിലാണെങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ചകളിൽ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ കാര്യമെല്ലാം പുറത്തു വന്നിരുന്നു. അതിനാൽ തന്നെ വലിയ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. കൃത്യമായി ഓരോ ദിവസവും ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിലോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആളുകളെല്ലാം വഴി മാറ്റി പാർപ്പിക്കുന്ന അടക്കം നടപടിയിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ ഈ ഒരു പ്രദേശം സുരക്ഷിതമാണ്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഈ ബെയിലിപ്പാലിന്റെ അപ്പുറത്തേക്ക് അട്ടമല ആറാട്ടുകുണ്ടത് ഉന്നതിയിലാണ് ഏകദേശം 6ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. ഈ ചൂരൽമല ടൗണിന് പിറകുവശത്തായിട്ടാണ് മറ്റ് ആളുകൾ താമസിക്കുന്നത്. അതിനാൽ തന്നെ ആളുകൾക്ക് ഏതെങ്കിലും അപകടം സംഭവിക്കുമെന്നതല്ല, പ്രത്യേകിച്ച് ഇപ്പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾക്കാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവുക. കാരണം ഇനി അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് ആളുകൾക്കൊന്നും തോട്ടം മേഖലയിലേക്ക് അടക്കം പോയി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. കാരണം അത്തരത്തിൽ വലിയ നിയന്ത്രണമാണ് ആ ചൂരൽമലയിൽ അടക്കം വരുത്തിയിട്ടുള്ളത്. മഴക്കാലം കൂടുതൽ ശക്തമാകുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതിനാൽ തന്നെയാണ് ടൂറിസം കേന്ദ്രങ്ങൾക്കും കോറയടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ചൂരൽമലയിൽ നിലവിൽ സ്ഥിതി ശാന്തമാണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇന്നലത്തെ ഒരു സാഹചര്യം ഏകദേശം 9 മണിക്ക് ശേഷമാണ് മഴ ശക്തമാവുകയും ഇവിടെ അടക്കം വെള്ളം കയറി വലിയൊരു മലവെള്ളപ്പാച്ചിൽ വന്നത്. അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണം. പക്ഷേ ഇന്നലത്തെ പോലെ ഏതെങ്കിലും ആളുകൾ കുടുങ്ങിക്കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല. കാരണം ഒരാളെ പോലും ഇതുവരെ രാവിലെ 6 മണിക്ക് നമ്മൾ എത്തിയ സമയത്ത് ഒരാളെ പോലും ഈ പ്രദേശത്തേക്ക് കടത്തിവിട്ടില്ല. അത്തരത്തിൽ വലിയ ജാഗ്രത തന്നെ ഈ ഒരു പ്രദേശത്ത് തുടരുന്നുണ്ട്. എന്തായാലും നിലവിലെ സ്ഥിതി ശാന്തമാണെന്ന് പറയേണ്ടി വരും. ബിനിൽ, ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ നിലവിലെ സ്ഥിതി ശാന്തമാണ്, പക്ഷേ അപ്പോഴും ഒരു ജാഗ്രത തുടരുന്നുണ്ട്. വളരെ കൃത്യമായ ഇൻഫർമേഷൻ മാത്രമേ ആഷിഖ് നൽകുന്നതനുസരിച്ച് ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീനിലൂടെ വയനാട്ടിലെ, കേരളത്തിലെ ഉൾപ്പെടെ എല്ലാ വാർത്തകളും
പ്രത്യേകിച്ച് മഴ വാർത്തകളിൽ ഞങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇത് പറയാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്നലെ വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീയുടെ ഒരു പ്രത്യേക അറിയിപ്പ് വന്നിരുന്നു. മാധ്യമങ്ങൾ അനാവശ്യ ജാഗ്രത ഉണ്ടാക്കുന്നു, അനാവശ്യ ഭയം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ തെറ്റായ ദിശയിലേക്ക് പോകാവുന്ന വാർത്തകൾ പരമാവധി നൽകുന്നു എന്ന വിധത്തിൽ ഉണ്ടായിരുന്നു. അത് ഈ ഉരുൾപൊട്ടലിൽ ഉണ്ടായി എന്ന തരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന വാർത്തകളായിരുന്നു. പക്ഷെ വളരെ കൃത്യമായി പലതവണ ക്രോസ് ചെക്ക് ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ എല്ലാ വാർത്തകളും നൽകാറുള്ളൂ. പ്രത്യേകിച്ച് ഇത്രയും സെൻസിറ്റീവ് വാർത്തകളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ഉണ്ടായിരിക്കും ന്യൂസ് മലയാളത്തിൻ്റെ ഭാഗത്തു നിന്ന്. ആഷിഖ് റഹ്മാനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.